ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പഴയ നൈറ്റിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിതുപോലെ മാറ്റി വെച്ചിട്ടുള്ള പഴയ നൈറ്റി, ചുരിദാറിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് അതൊക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള ഐഡിയകൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു പില്ലോക്ക് ഒരു കവറ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല വെളുത്ത കളറിലാവും ഇരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്മൾ പില്ലോ കവർ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇതുമലൊക്കെ ഇങ്ങനെ ഒരു തരം ഒരു യെല്ലോ കളറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒന്നുമില്ലാതെ നമുക്ക് വർഷങ്ങളോളം പില്ലോ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താൽ പില്ലോ മേലത്തെ ഭാഗം ഒരിക്കലും കേടാവില്ല. ഇതുപോലെ നൈറ്റ് വിരിച്ചിടുക. ഒട്ടും ചുളിവില്ലാതെ വേണം ചെയ്യാൻ. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് പില്ലോ നൈറ്റിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും തയ്യൽ തുമ്പിനുള്ള അത്രയും പീസുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഇറക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗവും നമുക്ക് ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കവർ തുന്നിയിട്ട് അതിന് മുകളിൽ പില്ലോ കവർ ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കളറ് ഒരിക്കലും പോവാതെ കിട്ടും നമുക്ക്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ലെങ്ത്തിൻ്റെയും വിഡ്ത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഇങ്ങനെ പില്ലോ ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഭാഗം നമുക്ക് കിട്ടും. അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെപ്പോഴും ഊരി കഴുകാനും ഒക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഭാഗത്തും ഇതുപോലെ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുടെ കയ്യിൽ ടേപ്പൊന്നുമില്ല, ഇങ്ങനെ ഡ്രസ്സൊന്നും സ്ഥിരമായിട്ട് തയ്ക്കുന്ന ആളല്ല, എന്നാൽ വീട്ടിൽ മെഷീനും ഉണ്ട്, ഇങ്ങനത്തതൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പില്ലോ വെച്ചിട്ട് വിരലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത്രയൊരു വ്യത്യാസം വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിനി പില്ലോ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പഴയ ഡ്രസ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനു മുന്നും കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. സമയമുണ്ടെങ്കിൽ ഒരു കമൻറ്റും ചെയ്യുക. പലരും വീഡിയോ കണ്ടു പോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കാറുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇനി ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല ഭാഗവും തമ്മിൽ യോജിപ്പിച്ചിട്ട് 3 സൈഡും ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇതൊരു 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ആദ്യം സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു മടക്ക് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു മടക്കും കൂടി കൊടുക്കുക. എന്നിട്ട് 3 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ വാഷ് ചെയ്യുമ്പോഴൊന്നും ഈ നൂല് പിന്നിപ്പോരൊന്നും ചെയ്യില്ല. ഇതുപോലെ പിടിച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇതൊരു എളുപ്പ സ്റ്റിച്ചിങ് ആണ്. ഇങ്ങനെ പില്ലോ കവറൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഒറ്റ തയ്യലിൽ തന്നെ എല്ലാം കഴിഞ്ഞ് കിട്ടും. ഈ കോർണർ എത്തുമ്പോൾ കംപ്ലീറ്റ് തയ്ച്ചെടുക്കാതെ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡും ഇതേപോലെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് പില്ലോ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോർണറുകളൊക്കെ നമ്മൾ ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കണം. പില്ലോ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നീറ്റില്ലാതെ നിൽക്കും. 2 സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പെൻസിലോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിതിലേക്ക് പില്ലോ ഇട്ട് കൊടുക്കാം.
ഇതാ ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മടക്കി അടിച്ചിട്ട് വള്ളി പോലെ വെച്ച് കൊടുക്കണമെങ്കിൽ ചെയ്യുക. അപ്പോൾ നമുക്കിതിങ്ങനെ കെട്ടി വെച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇടയ്ക്ക് ഊരി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വള്ളി വെച്ച് കൊടുത്തിട്ടും തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കവർ ഇതിന് മുകളിൽ ഇട്ടിട്ടല്ലേ യൂസ് ചെയ്യുക. എപ്പോഴെപ്പോഴൊന്നും എടുത്ത് അഴിച്ച് കഴുകേണ്ടി വരില്ല. അഥവാ കഴുകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് വിടിയിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. വള്ളി വേണമെന്നുള്ളവർക്ക് നമ്മളിപ്പോൾ ചുരിദാറിനൊക്കെ വള്ളി തയ്ച്ചെടുക്കില്ലേ, അതുപോലെ തയ്ച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. ഇതിനിതാ ഞാനിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് തയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം കാണിച്ചു തന്നിരുന്നില്ലേ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഭാഗവും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുത്ത കാരണം ഈ ഒരു ഭാഗം പില്ലോ ഇട്ടതിന് ശേഷം ഇത് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതാ ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരും വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.